അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7-ാം തിരുവചനം. തിന്മയുടെ ശക്തികൾ ചുറ്റി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പ്രലോഭനങ്ങളായും ചതികളായും സുഖഭോഗങ്ങളായും മനുഷ്യമക്കളെ വീഴിക്കാൻ സദാ പ്രവർത്തനനിരതരാണ് അവ. ദൈവവചന വായനയും പ്രാർത്ഥനയും വഴി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവും പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനുള്ള ശക്തിയും നമുക്ക് ലഭിക്കും. ശാരീരിക വിശുദ്ധി നഷ്ടപ്പെട്ടവർ കൂടുതൽ ആസക്തിയുള്ളവരാകുകയോ അല്ലെങ്കിൽ കുറ്റബോധത്താൽ വിഷാദരോഗികളാവുകയോ ചെയ്യാറുണ്ട്. ഒരു മോചനം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തിന്മയുടെ ശക്തി അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഓർക്കുക, നാം ഏതു തെറ്റിൽ വീണാലും ഏതു സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും നമ്മുടെ യേശുവിനോട് ആ തെറ്റുകൾ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞാൽ ആ നിമിഷം യേശു നമ്മെ രക്ഷിക്കും. നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും ഈ കാര്യം അറിയിക്കുകയും ചെയ്യാം. തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിക്കുന്ന രക്ഷകനായ ഈശോയെ സ്വന്തമാക്കാനും അവിടുത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനവായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.